ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് രാവിലെ തന്നെ ഒരു പ്രശ്നം ഇങ്ങനെ കത്തി വരുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇവർക്ക് ഫുഡ് 2 നേരമേ കൊടുത്തിട്ടുള്ളൂ. കിച്ചൺ ടീം 2 നേരമേ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. അതും കിച്ചൺ ടീം ആരാണ്? ഒരു ടാസ്ക് പോലും കൊടുക്കാതെ നേരിട്ട് ക്യാപ്റ്റൻസിയിലേക്ക് ബിഗ് ബോസ് തന്നെ പിടിച്ചിട്ട 3 പേര്. ആര്യൻ, അക്ബർ, നെവിൻ, ഇവരാണ് കിച്ചൺ ടീം. നെവിൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ ലൈവ് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. നെവിന്റെ ഫുഡിനെ പറ്റി ഒരു മോശം അഭിപ്രായവും ഇല്ല. നെവിൻ നല്ല രീതിയിൽ തന്നെ കൈപുണ്യമുള്ള ഒരു വ്യക്തിയാണെന്നാണ് നമ്മൾ അറിയുന്നത്. പക്ഷെ എന്താണ്, ഈ അക്ബർ, ആര്യൻ ഇവരാരും സഹായിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. നെവിൻ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നത്. അതൊരു സത്യസന്ധമായ കാര്യം ഞാൻ പറയുകയാണ്. ലൈവില് ഈ 2-3 ദിവസമായിട്ട് കാണുന്ന ഒരു പാറ്റേൺ ആണ് പറയുന്നത്. അക്ബറും ആര്യനും അവിടെ ആ ബീം ബാഗ് കുത്തിയിരിക്കാനല്ലാതെ അവർക്ക് കിച്ചൺ ഡ്യൂട്ടി അത്ര പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവര് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല, അധികം ഹെൽപ്പ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ ഇന്ന് രാവിലെ പറയുന്നുണ്ട്, നമുക്ക് വേറെ ഏതോ ഒരു ദിവസം 2 നേരമേ നമുക്ക് ഫുഡ് കഴിച്ചിട്ടുള്ളൂ, അല്ലാതെ 3 നേരമൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല. വേറെ ഏതോ ഒരു ദിവസത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, അങ്ങനെ ഒരു ദിവസം ഉണ്ടായിട്ടില്ലല്ലോ, എന്റെ ഓർമ്മയിൽ ഇല്ലല്ലോ, ഇങ്ങനെ എന്തിനാ കള്ളത്തരം പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെ അനീഷ് ചോദിക്കുന്നുണ്ട്. അത് എനിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഇത്രയും ദിവസമായിട്ട് ലൈവ് കാണുന്ന ഒരു വ്യക്തിയാണ്. അത് ഏതാണ് ദിവസം എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ആദില പറയുന്ന പോലെ ഡ്രൈ ഡേ വല്ല ആയിരിക്കും. അവര് ലേറ്റ് ആയിട്ട് എണീക്കുന്ന സമയത്ത് ബ്രഞ്ച് മാത്രമായിട്ട് കഴിക്കാറുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ആയിരിക്കാം ചിലപ്പോൾ അക്ബർ പറയുന്നത്. ഒരു മിസ്റ്റേക്ക് പറഞ്ഞതായിരിക്കാം. അപ്പൊ അനീഷ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, എന്തിനാണ് കള്ളത്തരം പറയുന്നത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ജയിക്കാൻ വേണ്ടി ഇങ്ങനെ എന്തും പറയരുതെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് അക്ബറിന്റെ അടുത്ത്. അപ്പൊ ഇതാണ് രാവിലെ തന്നെ ഉള്ള ഒരു ചെറിയൊരു തർക്കം. ഇതൊരു തർക്കം എന്നുള്ള ലെവലിലേ ഉള്ളൂ കേട്ടോ, വലിയ ഫൈറ്റ് ഒന്നുമല്ല. കിച്ചൺ ടീം ശരിക്കും പറഞ്ഞാൽ പരാജയമാണ്. നെവിൻ ഒഴികെയുള്ള ബാക്കി 2 പേരും പരാജയമാണ്. 1 of 3 മാത്രം കൊള്ളാം. 2 പേരും പോക്കാണ് കിച്ചൺ ടീമിലെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്നലെ അവര് ലഞ്ച് കഴിച്ചത് 5:30-6:30 സമയമായപ്പോഴാണ്. ബിഗ് ബോസ് പോലും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഭക്ഷണം കഴിക്കാത്തതെന്നുള്ള രീതിയിലൊക്കെ. എന്നിട്ട് പിന്നെ ടാസ്ക് അവസാനിച്ച് ആ മിനിറ്റ് തന്നെ നിങ്ങൾ പോയി ഫുഡ് കഴിക്കൂ എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് പോലും പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും കിച്ചൺ ടീം പോക്കാണ് എന്നുള്ളൊരു കാര്യം. നെവിൻ ഒഴിച്ച് ബാക്കി 2 പേരും പോക്കാണ്. ഇവര് എനിക്ക് തോന്നുന്നു നെവിനെയും പിന്നെ വേറെ ആരെങ്കിലും പിടിച്ചിട്ടുണ്ടായിരുന്നു. നൂറയും ആദിലയും ഒക്കെ പറയുന്ന അവർക്ക് കുക്കിംഗ് അറിയാമെന്നാണ്. ഈ ക്യാപ്റ്റൻസിയിൽ വന്നേക്കുന്ന ഈ 3 പേര് ഒന്ന് തീരുമാനിക്കുകയായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആദിലയും നൂറയും ഒക്കെ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തേനെ. പിന്നെ അനീഷ് അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാവുന്ന ആളാണെന്നാണ് പറയുന്നത്. അതേപോലെ വേറെ ആരാണ്, ഷാനവാസിന് നല്ല രീതിയിൽ തന്നെ കുക്കിംഗ് അറിയാമെന്നാണ് പറയുന്നത്. പക്ഷെ ഇവരെന്താണ്, ആരെയും തിരഞ്ഞെടുക്കാതെ 3 പേര് ഞങ്ങളാണ് കിച്ചൺ ടീം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കയറി ആദ്യമേ. ഇതൊക്കെ ഓരോ പോരായ്മകളാണ് കേട്ടോ. നമ്മൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് പറയുന്ന എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടൊന്നും അല്ല. ബിഗ് ബോസ് ഒരു അതിജീവനമാണ്. അതിനകത്ത് വലിയ എന്തോ ഫുഡ് പ്രതീക്ഷിച്ചൊന്നും അല്ല എല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ സമയത്തിന് കഴിക്കണം എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. എന്തു തന്നെ ആയാലും സമയത്തിന് കഴിക്കണം. അത് നല്ല ഭക്ഷണം സമയത്തിന് കഴിക്കണം. അതാണ് ഇതിനകത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. നെവിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ കണ്ടത്. ആര്യനും അക്ബറും ഒട്ടും സഹകരിച്ചിട്ടില്ല. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.